ഡ്രഗ് അടിച്ച് നടക്കണവർ, ഗുട്ക അടിച്ച് നടക്കണവർ, ഹിന്ദി ഗുട്ക ആണെങ്കിലും മലയാളി ചുണ്ണാമ്പാണെങ്കിലും മലയാളി പാൻപരാഗ ആണെങ്കിലും ഈ ചുക്കോ പുക്കോ എന്ന് നടക്കും. ഞാൻ ആരും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ എനിക്ക് കൊള്ളണേ? നിങ്ങൾക്ക് പകരം ഞാൻ ഡ്രഗ് അടിച്ച് നടക്കേണ്ടത് എത്ര വർഷമാണെങ്കിലും? അത് നിങ്ങൾക്ക് പറ്റണല്ലേ? തമ്മിൽ തമ്മിൽ എന്തിനാ കൊല്ലിച്ചുകൊണ്ടിരിക്കണേ? എന്തിനാണ് തമ്മിൽ കൊല്ലിച്ചിട്ട് അത് പിടിച്ച് നിൽക്കണതിൻ്റെ തെറ്റിദ്ധാരണ കാണിക്കണേ? പിടിച്ച് നിൽക്കണതിൻ്റെ വിപരീതം ആൾക്കാർക്ക് ഇതില്ലാത്തതാണ്, ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്തിനാ കാണിക്കണേ? സോഷ്യലല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ എന്തിനാ കാണിക്കണമെന്ന് വിവരമില്ലാത്ത ഡ്രഗ് അടിച്ച് നടക്കണ ബോധമില്ലാത്തവർ ഇത് പറയുമോ? ചോദിക്കുമോ? ഇല്ല. തമ്മിൽ അവർ കൊല്ലിച്ച് വിലയില്ലാണ്ട് നടക്കാനില്ലാണ്ട് അവർക്ക് വേറെ അറിയോ? അപ്പം ബോധത്തോടെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. വിപരീതം ചെയ്ത് നിർജ്ജീവമായതിനെ തലയിൽ കയറ്റി വെച്ച് ഖുറാനും വായിച്ച് ഡ്രഗ് അടിച്ച് കുടിച്ച് ഖുറാനും വായിച്ച് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരെ, അബോർഷൻ ചെയ്യണവരെയും പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത് ചൂറ്റി പോണവരെയും പറഞ്ഞിരിക്കുക സീജറോ ഇംഗ്ലീഷ് പോലെയുള്ളവരെ. ഇതിനൊക്കെ എന്ത് കാര്യം ഉണ്ടായിട്ടാണ്? എന്നിട്ട് നിങ്ങൾ തന്നെ ആയിരുന്നു തൊട്ടി വാങ്ങുന്നുണ്ട്, നിങ്ങൾ തന്നെ തമ്മിൽ കൊല്ലിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? വല്ല കാര്യമുണ്ടോ അതിനൊക്കെ? നീ ഇതിനൊക്കെ കെട്ടാൻ പോകുമ്പോൾ ഒരു സജിലേഷും കോണും സയേഷും മനസ്സിലാക്കാൻ പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെണ്ണുങ്ങളാണോ? നിങ്ങൾ ഇതിനൊക്കെ കെട്ടണ മുമ്പ്, മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്ക് വേസ്റ്റ് കെട്ടണ മുമ്പ് നിങ്ങൾ വല്ല 16-17 വയസ്സിൽ കിളന്ത് പ്രമോലും ചപ്പി കർഷണയ്ക്ക് വേറൊരുത്തരെ കൊണ്ട് ബോയ് ഫ്രണ്ട്സിനോട് ഒമ്പിച്ചിട്ടുണ്ട്, വോയിസും എല്ലാം വെച്ച് ഒമ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സമ്മതിച്ചു കൊടുത്തെങ്കിൽ സമ്മതിച്ച് പോയി ഡ്രഗ് അടിച്ച് കൊടുത്ത് തന്നിട്ട് നിങ്ങൾ പെണ്ണുങ്ങളാണോ? മുമ്പിച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ല, അവന് മുമ്പിൽ വലിച്ചു കൊടുത്തു. എനിക്ക് അവൻ സമ്മതിച്ചു കൊടുത്തു. നീ പെണ്ണാണോ അവൻ്റെ? അപ്പം നീ അങ്ങനെ ആയിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞ ശിഖണ്ഡികളെ ആരാധിക്കണവർ, മണ്ടശിവനെ ആരാധിക്കണവർ എന്നെ പറയണേ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നത് എങ്ങനെയാണ് അതാവണത്? നീ പെണ്ണാണ്, എന്നിട്ട് എന്നെ പറഞ്ഞിട്ട് എന്നെ നേരെ ചൂണ്ടി കളിച്ചിട്ട് എന്താ കാര്യം? അന്ന് ഞാൻ സർക്കംസിഷൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഒബ്സർവ് ചെയ്യണമെന്നുള്ളൂ ഞാൻ പറയണല്ലേ. നിങ്ങൾക്ക് സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. സാധാ രീതിയിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ എവിടെയെങ്കിലും താഴെ ഇവിടെ നിൽക്കുമ്പോഴോ എവിടെയും കാണുമ്പോൾ ചോദിക്കണം ഹാരിസ് അല്ലേ എന്ന് പറഞ്ഞാൽ സംസാരിച്ച് അറിയണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെ അറിയണില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങൾ അറിയുമെന്ന് പറയും. ഞാൻ ഇവിടുത്തെ അല്ല, ഞാൻ അപ്പുറത്തെ വീട്ടില്ല, ഞാൻ ഇവിടുത്തെ അല്ല, അതിലെങ്ങനെ തുറന്നിരിക്കണം എന്നുള്ളൂ. വെറുതെ എന്തോ ഗോഷ്ടി കാണിച്ച് എവിടെയോ വെള്ളം വീണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് 15-100 പേരായിട്ട് വരാം. 100 പേരായിട്ട് വന്ന് 15 പേരായിട്ട് ഞാൻ കാണിച്ചു തന്നെ, അവിടെ നിന്ന് കാണിച്ചു. എന്തിനാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തിരിച്ചറിയണല്ലേ? ഒന്നാമത് അതറിയേണ്ടത്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തിരിച്ചറിയണല്ലേ? നിങ്ങളവിടെ പോവാ, ഞങ്ങൾ കയറട്ടെ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിക്കോട്ടെ, ഞാൻ എൻ്റെ വീട് ഇവിടെയാന്ന് പറഞ്ഞാൽ ഞാൻ പോയി. അപ്പോൾ നിങ്ങൾ പെണ്ണെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠികൾ ആരാധിക്കണവരല്ലേ? എന്നിട്ട് ബി ജെ പിക്കാരനെ കൊന്നിട്ട് CPIക്കാരുടെ തലയിൽ കയറ്റി വയ്ക്കുക. ഇതൊക്കെ നിങ്ങൾ വെടിത്തല ചെയ്യണം. അത് ആൾക്കാർ ഇതില്ലാത്തതല്ലേ? ആൾക്കാർ ഇതുള്ളത് എങ്ങനെയാവണത്? പിടിച്ചു നിൽക്കണതിൻ്റെ വിപരീതം, പിടിച്ചു നിൽക്കണതിൻ്റെ തെറ്റിദ്ധാരണ, സോഷ്യലല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ, ഡ്രഗ് അടിച്ച് നടക്കുക. ഞാൻ ഇവിടുത്തെ അല്ല, ഞാൻ അപ്പുറത്ത് വീട്ടിലാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്നെ മുമ്പ് കണ്ട് സംസാരിച്ച പരിചയമൊന്നുമില്ലല്ലോ. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. സാധാ രീതിയിൽ സംസാരിക്കാൻ എന്താ? താഴെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹാരിസ് അല്ല എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ അങ്ങനെയാണോ? എന്നിട്ട് വീട്ടിൽ വെച്ച് ഫോൺ നമ്പർ അങ്ങനെയാണോ? അങ്ങനെ വെച്ചിട്ട് ഭർത്താവരായും വെളുത്തവർ ഞാൻ നോക്കണില്ലേ. പിന്നെ ബർത്ത്ഡേ പാർട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷണിക്കുക, ഭക്ഷണം കഴിക്കുക, ക്ഷണിക്കുക, അത്ര തീർന്നു. വേറൊന്നുമില്ല. അവരവരുടെ ബിസി ലൈഫിലായി പോവും. എനിക്കിതൊന്നും പിന്നെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അധികമൊന്നും പറയണല്ലേ. ശരിക്കും കാണുമ്പോൾ ഇങ്ങനെ അധികമൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെ നിന്ന് തന്നു. ഞാൻ അവിടെ ഉണ്ടെന്ന് കാണിച്ചിട്ട്, ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് കാണിച്ചിട്ട് അവിടെ നിന്ന് തന്നു. പെട്ടെന്ന് വരുമ്പോൾ പറയേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നു. അപ്പോഴും അങ്ങോട്ട് ഇല്ല, വേലക്കാരിനെ വിട്ടു. ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ ഇന്നലെ ഇവിടെ വന്നേ. അപ്പോൾ അതിനെ കുറിച്ച് തുടർച്ചയാണ് പറയേണ്ടത്. ഇവിടെ നിന്നാൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇന്നലെ വന്നത്, ഇന്നലെ എന്നെ കണ്ട്, നിങ്ങൾക്ക് എന്നെ മുമ്പ് കണ്ട് സംസാരിച്ച പരിചയമൊന്നുമില്ലല്ലോ. സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോഴല്ലേ വരേണ്ടത്. അവിടെ 15-100 പേര് കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിൽ ഓരോരുത്തർ എനിക്ക് മുഖം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരാടെ മുഖം കണ്ട് തിരിച്ചറിയണേ? കറുത്ത് ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ കോറിഡോറിൽ നിൽക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇരുണ്ട തടിച്ച മോന്തായിരിക്കും കാണുന്നത്. കറുത്തിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര തെളിച്ചായിട്ട് കാണുന്നതാ. കറുത്തിട്ട് ഇരുണ്ട് ഇങ്ങനെ മോന്ത കാണാനല്ലോ. കുറേ പെട്ടത്തലകൾ ഉണ്ടാവും. ഒരു ചെറുങ്ങ പെണ്ണുങ്ങളുടെ കൂടെ മുന്നിൽ എനിക്ക് നിങ്ങൾക്ക് എന്നെ മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്നലെ ഇവിടെ വന്നുള്ളൂ, ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. അങ്ങനെയും പറയാം. ഇവിടെ ആരെ ഗാർഡ് എന്ന് പറയണം. ഇവിടെ 4 പേര് 24 വയസ്സുകാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ മുകളിൽ ഒരുത്തുന്നുണ്ട്. അപ്പോൾ അവർ മലയാളി പാരൻസ് ഉണ്ടായതല്ലേ, ഹിന്ദി പാരൻസ് ഉണ്ടായതല്ല, മലയാളി പാരൻസ് ഉണ്ടായതല്ലേ. മലയാളിയാണെങ്കിൽ നിങ്ങൾ മുഖത്തേക്ക് സംസാരിക്കണം. പോയി സംസാരിച്ച് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മുഖത്തേക്ക് സംസാരിക്കാൻ ധൈര്യമില്ല എന്ന്, സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല എന്ന്, സാധാ രീതിയിൽ സംസാരിക്കാറില്ല. അപ്പം നിങ്ങൾക്ക് മലയാളികൾക്കല്ലേ നടക്കേട്? നിങ്ങൾ സുനാമിയും ടൈറ്റാനിക്കും ഐസ്ബർഗും ശ്രീലങ്കയും കാലിഫോർണിയസും വയനാടും ഓരോന്ന് 11 വയസ്സാകുമ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററും 2ഉം ബാക്കിയെല്ലാം ആയിരുന്നു വാങ്ങുന്നത് കണക്ഷൻ അനുസരിച്ച്. അപ്പം അമേരിക്ക ആ വേർഡ്സ് ഉപയോഗിക്കണം നോക്ക്, നമ്പേഴ്സ് ഉപയോഗിക്കണം നോക്ക്, ഏത് സമയത്ത് അത് ഉണ്ടാവണമെന്ന് നോക്ക്.
അതനുസരിച്ചല്ലേ വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ആ രീതിയിൽ വരേണ്ടത്, അല്ലാണ്ട് ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്ക് വിപരീതം ചെയ്യുന്നത് വരണല്ലേ. എന്നിട്ട് വാലാട്ടി പട്ടികളെ പോലെ ഏതോ ചിടുന്ന് എവിടെയോ പണ്ട് എപ്പോഴോ ഒരു മോഹസ്താരയുടെ വീടിൻ്റെ അടുത്തല്ലേ, മോഹസ്താരയുടെ വീടിൻ്റെ ഉള്ളിൽ കക്കൂസയിലാണ് ഞാൻ താമസിക്കുന്നത്. അതിന് പിരിച്ചുവിട്ടു. ഒരു ഹിസ്ട്രോക്ടമി ആയി പെണ്ണിനെ അവിടെ പിരിച്ചുവിട്ടു. എന്നിട്ട് പോയി ഉയരം കുറഞ്ഞിടത്തിട്ട് കൊണ്ടുവന്നുണ്ട്. എന്നിട്ട് പിരിച്ചുവിടേണ്ട സമയമില്ലേ. ഇവിടെ പെണ്ണ് വരെ അവിടെ സംസാരിക്കുക. പെണ്ണുങ്ങൾ ശിഖണ്ഡികളെ നിർജ്ജീവമായി ആരാധിക്കുന്നതും മുസ്ലിംസ് തമ്മിൽ അടികൂടുന്ന ഖുറാനും ഡ്രഗ്സ് എടുത്ത് നടക്കണ ശിവനെ അരച്ച് നടക്കണവരും ബോധമില്ലാണ്ട് വിപരീതം ചെയ്യണവരാരെങ്കിലും ഇത് പറയുമോ? ഇതൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇത്ര പറഞ്ഞാൽ മതി. അവിടെ ഞാൻ പോയി ഇത്തിരി പറഞ്ഞില്ലേ, അത്ര പറഞ്ഞാൽ മതി. നിങ്ങൾ കണ്ടുണ്ട്. എന്നിട്ട് ഒരു പെണ്ണിൻ്റെ പിന്നിൽ വാലാട്ടി പട്ടികളെ പോലെ വന്നൊക്കെയാണ്. ആർക്കാണ് ഈ ബോധിപ്പിക്കേണ്ട കാര്യം? ഇങ്ങനെയുള്ളവരെ സാധാ രീതിയിൽ സംസാരിക്കാൻ വന്നിട്ടില്ലേ. പിന്നെ ആരൊക്കെയോ ഇരുണ്ട മുഖം എനിക്ക് തിരിച്ച് കാണാനും പറ്റണില്ല മുഖമാണ് ആരാന്നുള്ളത്. വെറുതെ ആവശ്യമില്ലാണ്ട് കൂട്ടം കൂടി വരാ. അപ്പം എനിക്കിങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്നെ മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ. ഞാൻ അപ്പുറത്തെ വീട്ടിലെ അത് വെറുതെ വാൽ തുറന്നിട്ടൊക്കെ എനിക്കറിയില്ല ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടത്തെയാന്ന് പറയൂ. നിങ്ങൾക്ക് അതിന് മുമ്പ് കണ്ട പരിചയമില്ല അല്ലേ? ഫോണിൽ എന്ത് സംസാരിച്ചാലും നിങ്ങൾ വാലാട്ടി പട്ടികളെ പോലെ പെണ്ണ് നിങ്ങളെ പ്രസിഡന്റിന്റെ മക്കൾ പ്രസിഡന്റിനോട് സംസാരിക്കും, നിങ്ങളെ പ്രസിഡന്റ് തലയ്ക്ക് വിവരമില്ലാണ്ട് പഴകിയത് പറഞ്ഞിരിക്കും. അപ്പം അതിനെ വിശ്വസിച്ചിരിക്കുക. എടാ, നിങ്ങളുടെ പഴകിയവരെ എനിക്ക് ആ പരിചയമില്ല, ഞങ്ങളുടെ ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറയണത്? ഇത്രയ്ക്ക് ധൈര്യമില്ലാണ്ട് നിങ്ങൾക്കാണ് ധൈര്യം ഇല്ലാത്തത്. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ നിങ്ങളറിയില്ല. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ടില്ല. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ടില്ല എന്ന് എന്തുകൊണ്ട് പറയണേ? നിങ്ങൾക്കത് അനുവർത്തിക്കാറിയില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ വെച്ച് പറയണോ ഞാൻ പറയരുതെന്ന് പറഞ്ഞിട്ട് ഇല്ല. അത് നിങ്ങൾ അനുവർത്തിച്ചില്ല. അപ്പോഴേക്കും ഗൾഫ് യുദ്ധം വന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഗൾഫ് കൺട്രീസ് ഇഷ്ടമല്ലേ. അവിടെ ആൾക്കാർ ഇതിൽ പറഞ്ഞു നിങ്ങൾ തന്നെ ആയിരുന്നു കുട്ടി വാങ്ങി. ഞാൻ ക്ഷണിക്കാൻ പോയതാണ്. നിങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുമോ ബിരിയാണി? അതിന് ഇഷ്ടമുണ്ടെങ്കിൽ സിജോ ഗൾഫിലേക്ക് പോയിക്കാം, ഇവിടെ ജോലി ചെയ്യാൻ വിചാരിച്ചു. അത് സാധാ രീതിയിലല്ലേ സംസാരിച്ചത്. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വന്നു. തെറി വിളിക്കാൻ പോയാ? ഇല്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ഡ്രഗ് അടിച്ച് നടക്കണം, എന്തൊരു ചിന്തിച്ചിരിക്കണം. നിങ്ങൾ സങ്കോചിതമായ ചിന്താഗതി മാറ്റിയിട്ട് വികസിക്കാൻ പഠിക്കുക. സങ്കോചിതമായ ചിന്താഗതി പറയാൻ പറ്റുമോ? ശോഷിച്ച അവസ്ഥ എന്നുകൂടി പറയാൻ പറ്റില്ലേ? ഒരു നിരങ്ങി നീങ്ങൽ ജീവിക്കാന്നും പറ്റില്ല അതിനെ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അനുവർത്തിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ആവർത്തിക്കരുത് പറയണോ? നിങ്ങളാണ് ആവർത്തിക്കാതിരിക്കേണ്ടത്. എന്നിട്ട് അത് അവിടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് വീണ്ടും ഹിന്ദും യു മാറ്റി എന്തൊക്കെയോ വൃത്തികെട്ട വേർഡ് പറഞ്ഞിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ തിരിയണല്ലേ നിങ്ങൾ എന്താ പറയണേന്ന്. ഒന്നാമത് നിങ്ങൾ പേര് സാധാ രീതിയിൽ പേര് വിളിച്ച് എന്താ വെച്ചാൽ സംസാരിക്കണം. ഫോൺ നമ്പർ വെച്ച് എന്തെങ്കിലും തീർന്നു. നിങ്ങൾ പണ്ട് കോൺസലേഷൻ പ്രൈസ് മേടിക്കാൻ ഗ്രൂപ്പ് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴും പേര് വിളിച്ച് സംസാരിക്കലില്ല സാധാ രീതിയിൽ. ബാക്കിയുള്ളവരോട് എന്തുണ്ടായാലും അതിന് ഇപ്പോഴും നിങ്ങൾ ആവർത്തിക്കണം. നിങ്ങളുടെ വിഡിത്തം അല്ലേ? ഹാരിസിന് പേര് വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾ വേറെ ഏതോ വിഡിനെ സ്വപ്നം കാണുന്നു. എൻ്റെ ലൈഫിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മാമുക്കോയും മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക് തലേ ദിവസം അവിടെ വന്ന കുറേ മുസ്ലിംസും ഖുറാൻ വായിക്കണവരും ഹിന്ദുസും റോമൻ കാത്തലിക്സും അവരുടെ കൂടെ ഡ്രഗ് അടിച്ച് ചുറ്റും കൂടി ഇരിക്കില്ലേ? എത്ര വയസ്സ് തൊട്ട്? അതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്? ഇത്രത്തോളം ഞാൻ ഉൾക്കൊള്ളിച്ച് പറഞ്ഞില്ലേ? ആ വിവരമെങ്കിലും എനിക്കില്ലേ? ഇവിടെ ആരെങ്കിലും എന്നോട് പറയിപ്പിക്കണ്ട. അതുകൊണ്ട് ചോദിക്കണം, ഒരു ചേഷ്ടകളില്ലാണ്ട് നിങ്ങൾ എന്തൊരു ചേഷ്ടകൾ കാണിക്കണം? ഇവിടെ ഗുട്ക കഴിച്ച് 1 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ, അല്ലെങ്കിൽ 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് ഗുട്കയും കഴിച്ചിരിക്കായിരുന്നാ? നിങ്ങൾ പറയുന്ന ചേഷ്ട കാണിച്ച് കണ്ടതൊന്നും നിങ്ങൾ ഏതോ വേറെ വീട്ടിലെ സ്വപ്നം കണ്ടിട്ട് എൻ്റെ അടുത്ത് ചേഷ്ട കാണിക്കാന്ന്. നിങ്ങളുടെ ചേഷ്ടകൾ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ഇപ്പോൾ 7 മിനിറ്റ് 54 സെക്കൻഡിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു തീർന്നു? ശരിക്കുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ബെല്ലടിച്ച് മാത്രം സംസാരിക്കാൻ അറിയുള്ളൂ. വഴിയിൽ കണ്ട സാധാരണ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾ മുഖം തിരിച്ചറിയില്ല. വെറുതെ ഇരുട്ടത്ത് നിൽക്കണ പോലെ എല്ലാവരും. ഞാൻ പാൽ തുറക്കുമ്പോഴേ ഇങ്ങനെ ഇരുട്ട് പിടിച്ച മുഖം കാണില്ലേ? ഇരുട്ട് പിടിച്ച മുഖങ്ങൾ അതാ ഞാൻ കാണുന്നത്. ഇങ്ങനെ കൊടവയർ പിടിച്ച് പെട്ടത്തല കയറ്റി ഇങ്ങനെ ഒരു തരം രൂപൻ. എന്നിട്ട് വാലാട്ടി പട്ടിയെ പോലെ ഒരു പെണ്ണും പിള്ളേരുടെ കുഞ്ഞി വന്നൊക്കെയാണ്. അവർക്കോ സെക്ഷൽ നീഡിന് ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരാണ്. ഇങ്ങനെയുള്ള ജോലിയുടെ തലയിൽ പക്കത്ത് കയറ്റി വെച്ചൊക്കെയാണ്. തലപ്പക്കത്ത് ഇരിക്കണത് ആരാന്നറിയില്ല. വെറുതെ ആവശ്യമില്ല. എവിടെയെങ്കിലും എത്ര നേരം നിൽക്കണം? ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു, എന്നിട്ട് വരാനില്ല. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയണോ? ഞാനിവിടെ ഈ ഫ്ലാറ്റിൽ ആദ്യമായിട്ടാണ് അല്ലേ,
അങ്ങനെയല്ല ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിലാണ്, ഞാൻ ഇന്നലെ വന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരി ഉള്ള കാര്യം സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. പിന്നെ എന്തിനീ കൂട്ടം കൂടി വരേണ്ട കാര്യം? ഞാൻ താഴെ വന്ന് നിന്നു 100 പേര് വന്നപ്പോൾ. അപ്പോഴും പോലീസുകാരും എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. കുറേ ഡോക്ടേഴ്സും പോലീസുകാരും വക്കീൽമാരും അവരെ ചികിത്സിക്കണവരെല്ലാവരും ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. ടീച്ചേഴ്സ് വരെ ഡ്രഗ് അടിച്ച് നടക്കണ ന്യൂസ് ലേറ്റസ്റ്റ് 24 ന്യൂസിൽ വന്നു. ടീച്ചേഴ്സ് വരെ, കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെ ഡ്രഗ് അടിച്ചിട്ട് +2 ടീച്ചേഴ്സ് എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടുണ്ട് സെക്ഷുവൽ നീഡിന് വേണ്ടി. ആർക്ക് വേണ്ടി? എന്തറിയാം അവരെന്താ ചെയ്യണമെന്ന് ഭർത്താവ് അറിയാതെ. സമ്മതിച്ചിട്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട്, ശോഷിച്ച് കഴിക്കാണ്ട്, പൂർണ്ണ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, സ്പിരിച്വൽ ബ്രൈഡ്, വിവാഹത്തിൻ്റെ ഉൾപ്പെടെ ഇല്ലാണ്ട് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ കുഴപ്പമില്ല. ഇത് ഹിന്ദു മുസ്ലിമും റോമൻ കാത്തലിക്കും വിപരീതം ചെയ്തിട്ട് എന്ത് കാര്യം? ഇവിടെ ഫോണിൽ സംസാരിക്കാനും പാടില്ല. ഫോണിൽ സംസാരിച്ച കുറ്റം, ഫോണിൽ റെക്കോർഡ് ചെയ്ത കുറ്റം. നമ്മളൊരു കാര്യം ആശയവിനിമയം ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യ പടു തോൽവിയാണെങ്കിലും ഇന്ത്യയിൽ തന്നെ പറയുന്നുണ്ട് എല്ലാവരുടെയും ഒരു ആശയവിനിമയം നടത്തുന്നത് ആര് പറയിപ്പിക്കാണ്ടാണെങ്കിലും, പറയിപ്പിച്ചിട്ട് കൂടിയല്ല, കുടിച്ചിട്ട് അകടിച്ചത് ബൈഹാർട്ട് പറയുന്നതല്ല, പറയിപ്പിക്കാണ്ട് ആരെങ്കിലും ആശയവിനിമയം ചെയ്യുന്നത് അവരുടെ റൈറ്റാണ്, അവരുടെ അധികാരമാണ്. അല്ല, അവരുടെ ആഗ്രഹം പോലെ നടക്കുന്നത് അവർ ആശയവിനിമയം ചെയ്യാം. ആ ഒരു ലൈക്കും കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കണ്ട. ഇല്ല, നിങ്ങൾ ആദ്യം നന്നാവ്, എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇട്. നിങ്ങൾ ആദ്യം നന്നായിട്ട് കമൻ്റ് ഇട്. നിങ്ങൾ ആദ്യം നന്നാവ്, പിന്നെ എന്നെ നന്നാക്കാനായിട്ട് എൻ്റെ തലയിൽ കയറി തൂറാൻ ഞാൻ പറഞ്ഞില്ലേ? അപ്പം അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആരും ഒളിഞ്ഞു നോക്കണു, എന്തൊളിഞ്ഞു നോക്കണു അല്ലേ? ഞാൻ നിങ്ങളെ ഒളിഞ്ഞു നോക്കണമില്ല. ഞാൻ നിങ്ങളെ ഒളിഞ്ഞു നോക്കണമില്ല. എന്തായാലും അർത്ഥം ഞാൻ നിങ്ങളെ ഒളിഞ്ഞു നോക്കണമില്ല. എനിക്ക് എന്നെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, ബാക്കിയുള്ളവരെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലാവും, ഒബ്സർവ് ചെയ്യും. ശ്രദ്ധാകേന്ദ്രം ഇങ്ങോട്ടാവുമ്പോൾ, ഹാരിസിനോടാവുമ്പോൾ എനിക്ക് ആരും ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആൾക്കാർക്ക് ഇതില്ലാത്തത് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കാണ് അതില്ലാത്തത്. ആൾക്കാർക്ക് ഇതില്ലാത്തത് ഡ്രഗ് അടിച്ച് കുടിച്ച് തമ്മിൽ കൊല്ലിക്കുന്നത്. എനിക്ക് നല്ല പൂർണ്ണ ബോധത്തോടെ പറയുമ്പോൾ അത് ആൾക്കാർക്ക് ഇതുള്ളതാണ്, അതല്ല മനസ്സിലാക്കാം. ഇവിടെ ഇത്രത്തോളം 5 മൊബൈൽ പോയിട്ടുണ്ട്. 4 മൊബൈൽ പോയത് എനിക്ക് വീണ്ടും എടുക്കാമായിരുന്നു അല്ലേ? പുതിയത് മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മൊബൈൽ ഇരിക്കേണ്ടതായിരുന്നു അല്ലേ? ഞാൻ ആൾക്കാർക്ക് ഇതിലാണ് ഡ്രഗ് അടിച്ച് നടക്കാൻ പോയില്ലല്ലോ. അപ്പം നിങ്ങൾ എന്തൊരു വെഡി പ്രൂഫാണ് കൊണ്ടുവരണേ? എനിക്ക് നിങ്ങളുടെ ഡ്രഗ് അടിച്ച ശബ്ദങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങളുടെ ഡ്രഗ് അടിച്ച ഗോസിപ്പ് കേൾക്കണമില്ല. മനസ്സിലായ? എന്നിട്ട് ഞാൻ ആശയവിനിമയം ചെയ്യുന്നത് ഫുൾ ബോധത്തോടെ പറയുന്നത് അല്ലേ? നല്ല സ്പഷ്ടതയോടെ, നല്ല വോയിസോടെ, നല്ല ടോണിൽ അല്ലേ? ഡ്രഗ് അടിച്ച് നടക്കണവർ പറയൂ. എനിക്ക് നിങ്ങളുടെ പോലത്തെ ഒരു വിഡ്ഢി ശബ്ദവും കേൾക്കേണ്ട കാര്യമില്ല, ഞാൻ കേൾക്കണമില്ല. ഞാൻ പറയുന്നത് എൻ്റെ എന്താ പറയുക, ന്യായം അനുസരിച്ച് അതിൻ്റെ ഒരു ഇതില്ലേ, അതിൻ്റെ പൊരുള്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ 112 വയസ്സ് കഴിഞ്ഞാൽ, ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തരംഗം ഇവിടെ നടക്കും. എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. വേറെ രീതിയിൽ നിങ്ങൾ കുടിച്ച് തമ്മിൽ ആത്മഹത്യപ്പിക്കണ, തമ്മിൽ കൊല്ലിച്ച് നടക്കണം BJPയും ഹിന്ദു മുസ്ലിമും, കുടിച്ചിട്ട് അകടിച്ച് നടക്കണം മുസ്ലിമും ശിവനും, വിപരീതം ചെയ്യണ റോമൻ കാത്തലിക്കും പാഴായി പോവും. ആ സമയത്താണ് അതിൻ്റെ ഇത് വരുന്നത്. ഈ പറയണനുസരിച്ച് ഈ യൂട്യൂബിൽ കിടക്കില്ലേ, ആരും ഡിലീറ്റ് ചെയ്യാനൊന്നും പോകണില്ലല്ലോ. 112 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ വരെ ഉണ്ടാവില്ല, ജീവിച്ചിരിപ്പുണ്ടാവില്ല. എൻ്റെ അനിയനോ, എൻ്റെ അനിയൻ്റെ ഭാര്യയോ, എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ മോളോ ആരും ജീവിച്ചിരിപ്പുണ്ടാവില്ല. മോള് ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവും. മനസ്സിലാവണ്ട? അപ്പോൾ അതിന് ഞാൻ 112 വയസ്സ് ജീവിക്കുമ്പോൾ ആരും ഡിലീറ്റ് ചെയ്യാൻ പോകണില്ല. ഈ യൂട്യൂബും എല്ലാം ഇതുപോലെ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പം നോക്കി വെച്ചേ എന്തുണ്ടാവുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയണേ. നിങ്ങൾ മഴ പെയ്യേണ്ടത് മഴയുടെ സമയത്ത് മഴ പെയ്തോളും. അത് ഞാൻ പറഞ്ഞിട്ടല്ലാത്ത മഴ പെയ്യുന്നത്. നിങ്ങൾക്ക് പണ്ടേ ചെറുപ്പത്തിലോട്ട് മഴ പെയ്തുകൊണ്ടിരിക്കണല്ലേ? അതൊക്കെ ഞാൻ കാരണം. നിങ്ങൾ ഓരോ വിഡ്ഢിത്തരം, ഏതോ വിഡ്ഢിനും സ്വപ്നം കണ്ടിട്ട് പറയരുത്. ഗുഡ് കാഴ്ച നടക്കണവർ ഇവിടെ പറയണല്ലേ. കൂട്ടത്തോടെ വരുമ്പോൾ ഇരുട്ട് പിടിച്ച മോന്തകളും പെട്ടത്തലമാരോടും ഇരുട്ട് പിടിച്ച അറ്റ്മോസ്ഫിയറാണ്. മനസ്സിലാവണ്ട? പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഗുഡ്ക കഴിച്ച് നടക്കണവരെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ കുടിച്ചിട്ട് അകടിച്ച് നടക്കണവർ, അതൊന്നും ഞങ്ങളുടെ വീട്ടിൽ കയറ്റില്ല. അപ്പോൾ ഷാജു വരെ അടുത്ത ചാക്കോ കിടക്കുന്നുണ്ട്. പേര് വിളിച്ച് സംസാരിക്കാത്തവരൊക്കെ പാരലിസിസ് ആയി കിടക്കുന്നുണ്ട്. എന്നിട്ട് അവരാവശ്യപ്പെടാണ്ട് ഞാൻ അവർക്ക് വേണ്ടി സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും പോകണം. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ വരുമ്പോൾ അതിന് രീതിയിൽ വരുന്നത്
നമ്മൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിലും അങ്ങനെ അടുത്ത് നിന്ന് കാല് തൊട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നിട്ട് അവരാവശ്യപ്പെടാണ്ട് എൻ്റെ പേര് വിളിച്ച് സംസാരിക്കാണ്ട് ഞാൻ അങ്ങനെ പോകണം. എന്നിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എന്താ എൻ്റെ പേര് വിളിച്ച് സംസാരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ഒരു പേര് വിളിച്ച് സംസാരിക്കാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? അതല്ലേ നിങ്ങൾ പാരലിസിസ് ആയിരുന്നു തൊട്ടി വാങ്ങുന്നത്? മൂമിയും ചാക്കോ എന്താ ചെയ്യുക? ഗുഡ്ക കഴിച്ച് നടക്കല്ലേ ചെയ്യുക? 96-82 മാർക്ക് കിട്ടിയാൽ കുടിച്ച് ഡ്രഗ് അടിച്ചിടന്ന് ലക്ക് കെട്ടിരിക്കും. പറയിപ്പിച്ച് പറഞ്ഞ ഡയലോഗ് ഇരിക്കും. ഡ്രഗ് അഡിക്ഷനോണ്ട് കൈയടിപ്പിക്കും. ഷാജു ആണെങ്കിലും ചാക്കോ ആണെങ്കിലും ആരാണെങ്കിലും അല്ലേ, കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാൻ മാത്രം അവർക്കറിയാം. ഞാൻ അവിടെ 0 മാർക്ക് കിട്ടിയാലും 45 മാർക്ക് കിട്ടിയാലും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ പോകണില്ല. എത്ര ജോലി പോയാലും, ജോലി ഉണ്ടായാലും, എന്തുണ്ടായാലും, പരീക്ഷയിൽ പൊട്ടിയാലും ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ പോകണില്ലല്ലോ. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ? അപ്പോൾ ഈ എന്താ പറയുക, വല്ല ഹിന്ദി കുട്ടികൾ പറയുമോ? ഹിന്ദി കുട്ടികൾക്ക് പറയേണ്ട കാര്യമുണ്ടോ? മലയാളി ചുണ്ണാമ്പും ഹിന്ദി കുട്ടികളും തമ്മിൽ പേര് വിളിച്ച് കളിച്ച് ചുണ്ണാമ്പിൽ ബർത്ത്ഡേയും ആഘോഷിച്ച് നടക്കണ്ടല്ലോ. അതുപോലെ ഇവിടെ നടക്കണ്ട. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? നിങ്ങളുടെ ധൈര്യമില്ലായ്മയാണ്. റൂമിൽ ഞാൻ ഇവിടെ ഇരിക്കാന്നല്ലാണ്ട് റൂമിലാണെങ്കിലും എവിടെയാണ്, ഫ്ലാറ്റിലാണ് എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുറത്താണെങ്കിലും പറയുന്നുണ്ട്. പുറത്ത് ഷെഡും കെട്ടി ഇവിടുത്തെ റൂമിൽ നിങ്ങൾ അങ്ങനെ റൂമിൽ ചടഞ്ഞുകൂടി ട്രക്ക് അടിച്ചിരിക്കുന്നത്. ഞാൻ ബോധത്തോടെ ഇരിക്കണേ, ബോധത്തോടെ പറയണേ. അല്ല ഷെഡും പണിത് റോട്ടിൽ തരുന്നത് മഴക്കാലത്തും വെയിലത്തും 12 മാസവും 24 മണിക്കൂറും ഞാൻ അവിടെ ഇരിക്കണം. ഒരു ഡെസ്ക് പണിതിട്ട് ആശാരി കൊണ്ട് പണിതിട്ട് അവിടെ കിടക്കാം, അവിടെ നിൽക്കാം. നിങ്ങൾ ഭക്ഷണം താഴെ കൊണ്ട് തന്നാൽ മതി. അവിടെ ജാസ്മിൻ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറില്ലേ, അവിടെ ഷെഡും കെട്ടിയിട്ട് ഒരു ഡെസ്ക് ഇട്ടിട്ട് ഞാൻ എൻ്റെ മുകളിൽ കിടക്കാം. എന്നിട്ട് മഴക്കാലത്തും 12 മാസവും 24 മണിക്കൂറും അവിടെ തന്നെ കിടക്കാം. രാത്രി ആയാലും കുറുക്കന്മാർ വഴിക്കൂടെ നടക്കണ്ടെങ്കിലും കുറുക്കന്മാരുടെ കടിയേറ്റ് അവർക്ക് ഷെഡിലിരിക്കാൻ പതിക്കാൻ അവിടെ ഇരുത്തിപ്പിക്കാനും തക്ക ഒരുക്കാം. എന്നിട്ട് അവിടെ നിങ്ങൾ ഭക്ഷണം രാത്രി ഉച്ചയ്ക്കും രാവിലെയും ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പോലെ ഡ്രഗ് അടിച്ച് കുടിച്ച് റൂമിലിരിക്കാം. എന്നിട്ട് റൂമിലിരിക്കണ പോലെ കേട്ട് നിങ്ങൾ ഒളി നോക്കണ പോലെ ഞാനും ഒളി നോക്കി അവിടെ മൊബൈലിൽ ഒളി നോക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. സ്വന്തം കാര്യങ്ങളൊന്നും വേറെ പറയണ്ട, ചെയ്യണ്ട, ആരും പറയിപ്പിക്കാണ്ടൊന്നും ചെയ്യണ്ട. അവിടെ ഡെസ്കിൽ കിടക്കാം, ഡെസ്കിൽ ഇരിക്കാം. രാത്രി ആയാലും മഴക്കാലമായാലും വെയിലാണെങ്കിലും അവിടെ കിടക്കാം. ആ ദൈസമിന് മുന്നിൽ ദൈസ ഹോംസിന് മുന്നിൽ ജാസ്മിൻ ബ്യൂട്ടി പാർലറില്ലേ, അതിന് മുന്നിൽ ഷെഡ് പണിയായി. അരികത്ത് പണിത് ആരും അറിയില്ല, ആരും ചോദിക്കാനും ഷെഡ് പണിത് ഡെസ്ക് മാശാരി കൊണ്ട് പണിതിട്ട് അവിടെ കിടക്കാം, അവിടെ ഇരിക്കാം. അവിടെ എവിടെ ഇരിക്കണം, അവിടെയല്ലേ ചെയ്യുക. എന്താ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തത്? നിങ്ങൾ ഇപ്പോഴും ഈ പഴകിയതും കൃത്രിമവും നശ്വരമായതും ഒരു അമർച്ചിത്രതയും കാൽപ്പനികമായതും ഈ കൃത്രിമം കാണിക്കില്ലേ, അതിന് വിശ്വസിച്ച് എത്രത്തോളം നിങ്ങളുണ്ടാവും? ഈ മാമുക്കോയകളെയും ശിവനെ ആരാധിക്കണവരും ഖുറാനും കുടിച്ചിട്ട് നടക്കണ തമ്മിലാട്ടി കൂട്ടണവരും അരുന്നൂട്ടി വാങ്ങണവർ തന്നെയല്ലേ ഡ്രഗ് അടിച്ച് നിങ്ങൾ തലേദിവസം വന്നാൽ കുടിച്ച് ഡ്രഗ് അടിച്ച് വൃത്തികേട് വീണ ഫ്രൈഡ് റൈസും കഴിച്ച് നടക്കണത്? 12 വയസ്സ് തൊട്ടോ 20 വയസ്സ് തൊട്ടോ എപ്പോഴാണെങ്കിലും മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും അതിൽ പെടേണ്ട കാര്യമില്ല. നിങ്ങൾ പേര് വിളിച്ച് സാധാരണ രീതിയിൽ സംസാരിക്കണല്ലേ, പിന്നെ എങ്ങനെയാ? കൂട്ടം കൂടി ഇരുട്ട് പിടിച്ച പോലത്തെ ഇതുണ്ടല്ലോ, വിഡ്ഢിക്കൂട്ടം, ഇരുട്ട് പിടിച്ച് പെട്ടത്തലയും എല്ലാം കൂടി 38 വയസ്സുള്ളവർ, 78 വയസ്സ് തോന്നിക്കണവർ. ഞാൻ എങ്ങനെ ഇരുട്ട് പിടിച്ച മോതകളോട് എന്ത് സംസാരിക്കും? ഒന്ന് മനസ്സിലാക്കണ ബോധമൊന്നുമില്ലേ? സാധാരണ രീതി എവിടെ വിളിച്ചത് കണ്ട ഇതൊക്കെ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. 1 വർഷം 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ വീട്ടിൽ തന്നെ ആവർത്തിക്കുക. ഞങ്ങൾ ആദിവാസി സ്ത്രീ ഇവിടുന്ന് വീട് ഇറങ്ങിപ്പോയി സാധാരണ രീതി സംസാരിക്കാൻ പോയേ. അനുവർത്തിക്കാൻ അറിയില്ലേ? നിങ്ങൾ എവിടെ സാധാരണ രീതി സംസാരിക്കാൻ വരണോ? ഇനി സാധാരണ രീതി സംസാരിച്ച ഹാരിസ് നിങ്ങൾക്ക് അതിനെ അറിയണ പോലെ സംസാരിക്കുക. അറിയില്ലെങ്കിൽ എനിക്ക് ഞങ്ങളറിയില്ല, നിങ്ങൾക്ക് അതിനെ അറിയില്ലെങ്കിൽ എനിക്ക് ഞങ്ങളറിയില്ല. സാധാരണ രീതി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഹാരിസ് അങ്ങനെയാണോ ബാക്കി അങ്ങനത്തെ സംസാരിച്ച് കുഴപ്പമില്ല. കുടിച്ചിട്ട് ഇറക്കാൻ പോകണില്ല, ബോധമില്ലാണ്ട് ഇറക്കാൻ പോകണില്ല ഞങ്ങളുടെ പോലെ. അപ്പോൾ ഫോൺ നമ്പർ അടിച്ചാൽ എന്തെങ്കിലും ഒന്നും അങ്ങനെ തോന്നണില്ലെങ്കിൽ നിങ്ങൾ പണ്ടേ തൊട്ട് സാധാരണ രീതി സംസാരിക്കാത്തവരാണ്. അങ്ങനെ ചെയ്യണല്ലേ. ബ്ലാക്ക് ആണ് വൈറ്റ് ആണ് സെലക്ട് ചെയ്യുക. പിന്നെ ബർത്ത്ഡേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുക, തീർന്നു. അത് നിങ്ങളില്ല. നിങ്ങൾക്ക് എന്തോ ധൈര്യം ഇല്ലാത്ത ഒരു ശോഷിച്ച അവസ്ഥ നിങ്ങളുണ്ട്. ഇതൊന്നും അധികം ഞാൻ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. വീണ്ടും ആ പേടി, നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ നിങ്ങളുടെ നാവുകൊണ്ട് പറഞ്ഞ് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ വികസിക്കറിയാണ്ട് അതേ പേടി, അതേ ക്ഷീണം, അതേ മറവി അതന്നെ നിങ്ങൾ അനുഭവിക്കണേ.
അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ കുറിച്ച്, എന്നെ കുറിച്ച്, എൻ്റെ അനിയന്മാർ, അനിയത്തികൾ, സിബ്ലിങ്സ്, കസിൻസ്, ക്ലാസ്സിലുള്ളവർ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് എവിടെയാണെങ്കിലും ഞാൻ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഡ്രഗ്സ് അടിച്ച് കുറിച്ച് ഡിസ്കസ് ചെയ്ത് നടന്നേനെ അല്ലേ? എനിക്ക് ധൈര്യം ഇല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ച് കുറിച്ചവർക്ക് അല്ല ആണെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണം. അവരെ ഉള്ള കാര്യം സാധാരണ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. ഏത് സ്റ്റേജ് പെർഫോമൻസ് എത്ര വർഷം ചെയ്താലും അപ്പോഴും പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ല. ഹായ് ബായ് പറഞ്ഞ് തോളത്ത് കൈയിട്ട് സംസാരിക്കാൻ അറിയില്ല. പെണ്ണുങ്ങൾ വരെ തോളത്ത് കൈയിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് പിലിസ് അബോർഷൻ കഴിച്ച് നടക്കുന്നുണ്ട്. പാർവതികളും കുറേ ചെകുത്താൻ വെട്ടികളും തലയ്ക്ക് സ്ഥിരതയില്ലാത്തവർ, ടീച്ചേഴ്സ് വരെ ഇപ്പോൾ ഡ്രഗ്സ് അടിച്ച് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് എന്താ പറ്റിയ, എന്താ വല്ല തലയ്ക്ക് ഒരു കിറുക്ക് സംഭവിക്കേണ്ട? കണ്ണും മൂക്കും കാര്യം മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ലേ? ആൾക്കാർ കണ്ട തിരിച്ചറിയില്ലേ?